എന്താ അശോകൻ അശോകൻ അല്ല ചേട്ടൻ ചേട്ടനെ കണ്ടോ? അടുക്കള ഭാഗത്ത് നിൽക്കുന്ന കണ്ടു. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാലും അടുക്കളയില്ല. ഞാൻ നോക്കിട്ട് വരട്ടെ. ഒന്ന് തന്നെ. ഇത് എന്റെ തലയിലിരുന്ന പൂവാണല്ലോ. സാറിന് ഇതെങ്ങനെ കിട്ടി? താഴെ വീണു. ഇതിനൊക്കെ ഇവിടെ വലിയ വിലയാ. വക്കീൽ സാറേ, അല്ല ഈ വക്കീൽ എന്ന് പറയുന്നത് ഇരട്ടപ്പേരാണോ അതോ ജോലിയാണോ? അതെന്താ ജ്ഞാനശീലം ഗുരുക്കൾക്ക് ഇപ്പോഴങ്ങനെ ഒരു സംശയം? അല്ല, കോടതിയിലൊന്നും പോകുന്നു കാണുന്നില്ല. കേസൊന്നുമില്ലേ? ചില പുതിയ പുതിയ കേസുകൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വരും വരും. എനിക്കൊരു സംശയം. ഈ കാർ സ്വന്തമാണോ അതോ ഇവിടുത്തെ? ഇവിടുത്തെയാണ്. സ്വന്തമാണ്. എനിക്ക് വേറൊരു സംശയം കൂടി. വക്കീൽ സാറിന് ഉദ്ദേശം എന്ത് പ്രായം കാണും? എത്ര പ്രായം തോന്നും? അല്ല, ഈ തലയൊക്കെ നരച്ചിട്ടും കല്യാണം കഴിക്കാത്തോണ്ട് ചോദിച്ചതാ. ഓഹോ, അത്രേ ഉള്ളു. എന്താ കഴിക്കാത്തെ? അതെ, മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയില്ല. അപ്പൊ മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണിനെ ഒത്തു കിട്ടിയാ കെട്ടും അല്ലേ? മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണിനെ ഒത്തു കിട്ടിയാൽ കിട്ടും. വിശ്വസിച്ചിടാം മൃഗത്തിന്, പാടില്ല വിഭ്രമമേകും ഈ സ്ത്രീയാം മൃഗത്തിന്. ലാലിച്ച, ജീവിതം വെറും മായാടാ മായ. അതുകൊണ്ട് നീയും അടി. ഒരിക്കൽ അടുപ്പിച്ചത് കാരണം ചക്കാട്ടി തൃപ്തിയായി. ഇനി മധ്യമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വേണ്ട. ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു വിലയില്ലടാ. എല്ലാം വെറും മായ. ഇന്ന് സ്വന്തം എന്ന് തോന്നുന്നു, നാളെ സ്വന്തം അല്ലാതെയാവും എന്ന് ഗീത പറഞ്ഞിട്ടുണ്ട്. സിനിമ നടി ഗീതേ? ഭഗവത്ഗീത. ഭഗവത്ഗീത. നമ്മുടെ ഈ ശരീരം ലാലിച്ച വെറും ശരീരം. ആത്മാവാണ് സ്വന്തം. ആത്മാവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ചേട്ടാ, എന്ത് പറ്റി? ഇതെന്താ സാധനം? പട്ട പണ്ടിപ്പട്ടേ. ഒരു കുന്നിനൊരു കുഴി, ഒരു രാത്രിക്ക് ഒരു പകൽ. മായ, എല്ലാവരും മായാണ്. മനസ്സിനാണെങ്കിൽ പെണ്ണിനെ ഒത്തുകിട്ടിയ കെട്ടും. ഒരു ഭാര്യമാരെ വിശ്വസിക്കരുത് ലാലിച്ച. എന്തോ ഞാനൊരു കൊലപാതകയാവും. ചേട്ടന്റെ കട്ടയും പടവും മടങ്ങി എന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ ഇരിക്കണ ശരിയല്ല. வணக்கம். வணக்கம். ஆரா கவுண்டர்னார் வீட்டுக்கு புது சொந்தம் கொண்டாட கேரளாவில இருந்து வந்திருக்கதா கேள்விப்பட்டேன். அதான் கொஞ்சம் பார்த்துட்டு போலான்னு வந்தேன். ഇരിക്ക്. നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ല? என்ன தெரியல? முறை பண்ண கல்யாணம் செய்ய வந்தியே, அப்ப என்ன பத்தி தெரிஞ்சுக்கணுமே. பரவாயில்ல, நான் சொல்றேன். நீ உட்காந்துருக்கிய இந்த சேரு, இந்த டேபிள், இந்த பேனா, இந்த ஃபேக்டரி, இதெல்லாம் சிம்பிள். அதை விட முத்தச்சி வீட்டுல எனக்காக காத்துட்டு இருக்கா பாரு ராஜவல்லி, அத்தனைக்கு நான் தான் வாரிசு. ஃபைல் பாக்குற வரைக்கும் உன் வேலையை நிறுத்திக்க, எங்க லைஃப் வரைக்கும் வந்துடாது. നിങ്ങളുടെ ലൈഫ് എങ്ങനെ എന്റെ കയ്യിലിരിക്കുന്നത്? உங்க கையில இருக்குன்னு சொல்லல, லிமிட்டை தாண்டி போக வேண்டாம்னு சொல்றேன். சார, ராஜவல்லிய கல்யாணம் செஞ்சுக்கிட்டு சந்தோஷமா இருக்கலான்னு ஆசை மட்டும் வளர்த்துக்காத. ஏன்னா செடி வளர்ந்தா கிள்ளி களையாம், ஆசை வளர்ந்தா ஆசையை மட்டும் வளர்த்துக்காத. ഞങ്ങൾക്ക് അറിവാൾ എടുக்க വേണ്ടി വരും. രാജവല്ലിയുടെ അമ്മയുള്ള കാലത്തും അയാൾ ഇതും പറഞ്ഞ് ഇവിടെ വരുമായിരുന്നു. രാജവല്ലിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ സ്വത്തും പണമൊക്കെ കൈക്കലാക്കാനുള്ള വിദ്യയാ. ദുഷ്ടൻ. അവര് സ്വത്ത് കൈക്കലാക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഓഹോ, അപ്പൊ ഇത്രയുള്ള മുറപ്പെണ്ണോടുള്ള സ്നേഹം? ഓ, ഗുണദോഷം തുടങ്ങിയോ? എഴുതിയെടുക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തോണ്ട് വരാം. നിന്നേ വന്നിപ്പോ നിന്റെ ഗുണദോഷം കേട്ടില്ലേ, എനിക്ക് ഉറക്കം വരില്ലെന്നായി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗുണദോഷിക്ക്. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഒന്ന് ഓടി ഇവിടെ ഇങ്ങനെയും ചെയ്ത് നടക്കുന്നുണ്ടല്ലേ? എടീ നിന്നെ എനിക്കിത് പണ്ടേ സംശയമുള്ളതാ. അവിടെ ഒരു ശൃംഗാരവും നടപ്പും. രണ്ടിനെയും കൈയോടെ പിടിച്ചാ സ്വർണ്ണ തള്ളയുടെ കൈ കൊടുക്കാം. എന്താടാ കുത്തം വിളിയോടെ നിൽക്കുന്നത്? ഇക്കാര്യം മുത്തശ്ശിയോട് പറയട്ടെ എന്ന് പറ.
ഞാനും ഈ നിൽക്കുന്ന ശ്രീദേവിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മുത്തശ്ശിയോട് പറയാൻ ഞാൻ ഇതെങ്ങനെ പറയും എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താ പറയുന്നില്ലേ ആരും? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. സത്യം ആരുടെ മുമ്പിലും സധൈര്യം തുറന്നു പറയാൻ ഈ വാരിക്കുഴി അശോകൻ നായർക്ക് ഭയമില്ല. ഭീരുത്വം മരണത്തെക്കാൾ അശോകൻ നായർ വെറുക്കുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ആരെയും പ്രേമിക്കാം, പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കാം. അതിനൊരു തമ്പുരാട്ടിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. വരൂ, ഇപ്പൊ തന്നെ മുത്തശ്ശിയെ കണ്ട് വിവരം പറയാം. നീ താലി കെട്ടുന്ന ദിവസവും കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇപ്പൊ തന്നെ മുത്തശ്ശിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാവുന്നു. അളിയാ, ഈ നെഞ്ചിൽ ഒരു കത്തിയെടുത്ത് കുത്ത്, എന്നിട്ട് പൊയ്ക്കോ, പോയി പറ. അപ്പൊ നിങ്ങളായിട്ട് പറയില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ പേരും പറഞ്ഞ ആരെങ്കിലും ഈ കുട്ടിയെ ദ്രോഹിക്കാൻ നോക്കിയാൽ നോക്കില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കാമവെറി പൂണ്ട ഒരു യുവ കോമളൻ ശ്രീദേവിയുടെ വാതിൽ. ആ ശബ്ദം? വെറിയം വാതിൽ തുറന്നത്. ഓഹോ, അവൻ അകത്തേക്ക് കിടക്കുന്നു. ആരാണവൻ? ചേട്ടൻ മുത്തശ്ശി അടക്കം എല്ലാവരെയും വിളിച്ചു നിർത്തണം. വിഷയാസക്തനായ യുവാവിനെ പിടികൂടാനല്ല, അവനെങ്ങനെങ്കിലും രക്ഷപ്പെടും. എന്നും അവനിവിടെ വരാറുണ്ടെന്നും ശ്രീദേവി ജാരസംസർഗമുള്ളവളാണെന്നും പിഴച്ചവളാണെന്നും മുത്തശ്ശിയെ ധരിപ്പിക്കണം. ആ നിമിഷം അവളെ പാഴ്സൽ ചെയ്യും. ആ ജാരൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. വക്കീലായിരിക്കും അല്ലേ? അല്ല, പിന്നെ ആ യുവ കോമളൻ ഞാനായാലോ? നീയോ? കഥയിൽ ചോദ്യമില്ല. ലലിത, കണ്ണു കണ്ടൂടാ, എവിടെങ്കിലും കൊണ്ടുപോയി ഇരുത്ത്. മൂക്ക് വലിച്ചു പിഴാതെ ഇതിനേക്ക് എന്തെങ്കിലും ദേഹം നിനക്ക്. എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടിരുത്തിയിട്ട് ചേട്ടൻ പോയി എല്ലാരെയും വിളിച്ചണത്തെ. ഇതിന്റെ കീഴോട്ട് കയറിക്കോ. ഏതിന്റെ? കട്ടിലിന്റെ. നാക്ക് വലിച്ചു പിഴ. മെല്ലെ മെല്ലെ, മൂടി പോവും, മൂടി പോവും. പോ, കൈ നോക്കിക്കാതെ പോ. പെണ്ണിനെ കാണുന്നില്ലല്ലോ. കാറ്റും കാണാൻ വയ്യ. ഈ പ്ലാനും പൊട്ടി. ഈ ബംഗ്ലാവിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. என்ன ശ്രീദേവി, ആൾ யாருன்னு உனக்கு தெரியுமா? ഇല്ല, മുഖംമൂടി വെച്ചിരുന്നോണ്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കള്ളന്റെ കാല് നോക്കി നല്ല അടി കൊടുത്തിട്ടുണ്ട്. അത് ഇടത് കാലിക്കാ വലത് കാലിക്കാണ്ട് കറക്റ്റാ சொல்ல முடியுமா? ഇയാൾ എന്തുവായി പറയുന്നേ? അടിക്കാൻ നേരത്താണോ വലതുകാലും ഇടത്തുകാലും നോക്കുന്നേ? കാലിന് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ കള്ളനെ കാലത്ത് കണ്ടുപിടിക്കാം. ഏതായാലും ബംഗ്ലാവിന് പുറത്തുള്ള ആരുമാകാൻ വഴിയില്ല. വക്കീലേ, அப்படின்னா நாளைக்கு காலையில எல்லாருடைய காலும் എനിക്ക് നേരിട്ട് പരിശോധിക്കണം. മല്ല ആച്ചി, ദൈവാധീനം കൊണ്ടാ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയത്. എന്നാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ കള്ളനെ കൈയോടെ പിടിക്കും കൂടെ ചെയ്താ നമ്മൾ രക്ഷപ്പെട്ടു. എന്തായാലും മുത്തശ്ശിക്ക് എന്നോട് അല്പം മമത കൂടിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല. വിടില്ല. എന്റെ ദൈവമേ, ഞാൻ എന്തുവായി കാണുന്നേ? നിങ്ങളായിരുന്നു അവിടെ കയറി. താമദ്രോഹി, നീ എന്റെ കാലിന്റെ നെരിയാണി അടിച്ച് തിരിച്ചു കളഞ്ഞല്ലോടി. നിങ്ങളെ കാലാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? സ്വന്തം ഭർത്താവിന്റെ പാദങ്ങൾ കണ്ട തിരിച്ചറിയാൻ കഴിയാത്ത നീ ഒരു ഭാര്യയാണോടി ചെറ്റെ? ഇവിടെ ചിലർക്ക് സ്വന്തം പുരുഷനെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല, പിന്നെയാണ് പാതം. തുടങ്ങി ഈ മനുഷ്യന്റെ ഒരു ഇനിയെങ്കിലും ഒന്ന് നിർത്തുന്നുണ്ടോ?
നാളെ രാവിലെ മുത്തശ്ശി കാലിന് പരിക്കൊറ്റവരെ കണ്ടുപിടിക്കാനിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നിങ്ങളെ കാലിയാനി എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ. ഈ ഒരു അപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടെത്തും. ലാലിച്ച, നിന്റെ കാലിന് വേദനയുണ്ടോ? തല വേദനിക്കുന്നു. வக்கீலே, ம். அந்த திருடன் யாருன்னு தெரிஞ்சா இன்னைக்கு அவனை ஊரை விட்டு அனுப்பணும். ആ, ஓரோருத்தரேட்ட விളിக்க. ആ വിളിക്കാം. മുരുകയ്യ, നമസ്കാരം, നമസ്കാരം. എന്താ വക്കീലേ ഇതെല്ലാം? അതിപ്പോ ഈ, മല്ല, കാല് പോച്ച്